ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ് എന്നീ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്നത്തേത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്താണെന്നും നോക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. തീർച്ചയായും ജീവിതത്തിൽ ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ജീവിതത്തിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം വ്യക്തികളുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണിത്. നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിവിടെ ഒരു വെയിറ്റിംഗ് എനർജിയിലിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ വിദേശയാത്ര പോകുവാൻ കാത്തിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം. തീർച്ചയായും നിങ്ങളുടെ കാത്തിരിപ്പ് ഇവിടെ സഫലമാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് വിദേശയാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്നുണ്ട്. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിയുന്നതിനായിട്ട് ഈ ഒരു റീഡിങ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം നിങ്ങളുടെ ബന്ധം വഷളായ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ നേരിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തെങ്കിലും തരത്തിൽ പൈസയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും പൈസയുടെ തർക്കങ്ങളാവാം. അതിനാൽ തന്നെ അവർ ജീവിതത്തിൽ ഒരു സ്റ്റക്നെസ് അനുഭവിക്കുന്നു എന്നാണ്. അതുമാത്രമല്ല പല വിധത്തിലുള്ള മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളെപ്പറ്റി വളരെയധികം ചിന്തിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇനിയും തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ അങ്ങനെ രണ്ടിൽ ഒരാൾ മതിയെന്ന് അവർ തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇവിടെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ്. അതുമാത്രമല്ല പൈസയുടെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ ഒരു വ്യക്തി എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന്. ഒരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തികമായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവാം. അതിനാൽ തന്നെ എല്ലാം കൊണ്ടും, അതായത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും ഒരു മാറ്റത്തിന് തയ്യാറാവാൻ അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തീർത്തും അകന്നു കഴിയുന്ന ഒരു സാഹചര്യമാവാം നിലവിലുള്ളത്.
ഒരുപക്ഷേ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം നിങ്ങളുടെ തീരുമാനം. പക്ഷേ ഇവിടെ ചില വ്യക്തികളുടെ എനർജി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തൊരു സാഹചര്യമാവാം. അങ്ങനെ നിങ്ങളുടെ തീരുമാനം എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ജസ്റ്റിസ്, നിങ്ങളുടെ ജീവിതത്തിലൊരു നീതി നടപ്പാക്കാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇവിടെ ഹൈറോഫിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ജീവിതത്തിലൊരു പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കും എന്നാണ്. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് പുതിയൊരു ജീവിതം മുന്നോട്ട് വയ്ക്കണം എന്ന്. അതുപോലെ തന്നെ മത്സരബുദ്ധിയോടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുള്ള ജോലികൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ദൃഢനിശ്ചയമുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വളരെയധികം സത്യസന്ധത പുലർത്താൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ചിന്തകളും ആശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരുന്നൊരു സമയമാണിത്. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലെ സമ്പാദ്യം മറ്റൊരാളുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് നഷ്ടമായൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി പല വഴികളും തേടുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ തേടുന്ന ആ ഒരു പണം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ചാരിയറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തിയ ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. അതുപോലെ നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വിദേശയാത്രകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതുപോലെ തന്നെ പണം കൊടുക്കൽ വാങ്ങലുകൾക്ക് ഏറ്റവും ഉചിതമായൊരു സമയമാണിത്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഭാവിയിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുന്ന എനർജിയാണ്. നിങ്ങളുടെ സോളിൻ്റെ ഒരു എനർജി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നതാവാം. അതായത് നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അതായത് മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി തീർത്ഥാടന യാത്രകളൊക്കെ പോകാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാകാം. തീർച്ചയായും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നാണ്. അതായത് പല കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ നിങ്ങളൊരു യാത്ര പോകാൻ ആലോചിക്കുന്നതാവാം. അപ്പോൾ തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കാൾ ഏറെ പ്രാധാന്യവും സ്നേഹവും എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവാം. അതിനാൽ തന്നെ അവരിൽ നിന്ന് നിങ്ങൾക്ക് മോശമായ പെരുമാറ്റം അനുഭവപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് യൂണിവേഴ്സ് നൽകുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തെക്കാളും പ്രാധാന്യത്തെക്കാളും ഉപരിയായിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നാണ്. അതിനുശേഷം മറ്റുള്ളവർക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കാണ് കൂടുതൽ പ്രാധാന്യവും സ്നേഹവും ഒക്കെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവാം. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക എന്നാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും
നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുക. മറ്റേ ആൾക്ക് വേണ്ടി എത്ര എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾ അർഹിക്കുന്ന ഒരു മൂല്യം അവർ തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി തീരാം. അപ്പോൾ റിലേഷൻഷിപ്പിൽ തന്നെയല്ല, മറ്റേത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.